സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബയോളജിയിൽ നിന്നുമുള്ള 50ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. ഇനി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. ക്രേനിയോളജി എന്നത് തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി, തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. അടുത്തത്, തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ്. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മം സ്കാൽപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8 ആണ്. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് വരുന്നത്? 8. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയിൽ വരുന്നത് മസ്തിഷ്കം, സുഷുമ്ന. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് മസ്തിഷ്കം വരുന്നു, സുഷുമ്ന വരുന്നു. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകളുള്ള ഭാഗം മസ്തിഷ്കമാണ്. ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകളുള്ള ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മസ്തിഷ്കമാണ്. ഇനി മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 1400 ഗ്രാം ആണ്. മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 1400 ഗ്രാം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നതും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. അപ്പം മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം തന്നെയാണ്. അപ്പം മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നതും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചാൽ അത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. അടുത്തത്, തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയെയും പൊതിഞ്ഞു കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിന്റെ ബാഹ്യസ്ഥലമാണ് ഡ്യൂറാമാറ്റർ എന്നറിയപ്പെടുന്നത്. ഡ്യൂറാമാറ്റർ എന്നറിയപ്പെടുന്നത് മെനിഞ്ചസിന്റെ ബാഹ്യസ്ഥലം, പുറത്തുള്ള സ്ഥലമാണ് ഡ്യൂറാമാറ്റർ എന്ന് അറിയപ്പെടുന്നത്. മെനിഞ്ചസിന്റെ മധ്യസ്ഥലമാണ് ആർക്കനോയിഡ്. മെനിഞ്ചസിന്റെ മധ്യസ്ഥലം ആർക്കനോയിഡ്. മെനിഞ്ചസിന്റെ ആന്തരസ്ഥലമാണ് പയാമാറ്റർ എന്നത്. അപ്പം മെനിഞ്ചസിന്റെ ബാഹ്യസ്ഥലം ഡ്യൂറാമാറ്റർ, മെനിഞ്ചസിന്റെ മധ്യസ്ഥലമാണ് ആർക്കനോയിഡ്, മെനിഞ്ചസിന്റെ ആന്തരസ്ഥലം പയാമാറ്റർ. ഇനി തലച്ചോറിന്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലം. തലച്ചോറിന്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം എന്നത്. കോർപ്പസ് കലോസം എന്നത് എന്താണ്? തലച്ചോറിന്റെ ഇടത് ഭാഗത്തിനെയും വലതു ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. സെറിബ്രം ഏറ്റവും വലിയ ഭാഗം. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ്. അപ്പൊ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നാണ്. സെറിബ്രത്തിന്റെ ആന്തരിക ഭാഗം അറിയപ്പെടുന്നത് മെഡുല എന്നാണ്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടെക്സ്, സെറിബ്രത്തിന്റെ ആന്തരിക ഭാഗം മെഡുല.
ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സെറിബ്രമാണ്. അടുത്തത് ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് ചോദിച്ചാലും സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഇനി മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് നോക്കാം. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. ആന്തരിക ഭാഗം മെഡുലയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. അതുപോലെ ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ്. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. അടുത്ത ചോദ്യം, സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളി സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറിബ്രൽ കോർട്ടെക്സ്. മുൻ മസ്തിഷ്കത്തിന്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെയും അനുബന്ധ ഘടനകളുടെയും ഒരു കൂട്ടമാണ് ബേസൽ ഗാംഗ്ലിയ എന്നത്. ബേസൽ ഗാംഗ്ലിയ എന്താണ്? മുൻ മസ്തിഷ്കത്തിന്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെയും അനുബന്ധ ഘടനകളുടെയും ഒരു കൂട്ടമാണ് ബേസൽ ഗാംഗ്ലിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ബ്രോക്കാസ് ഏരിയയാണ്. സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കാസ് ഏരിയയാണ്. അടുത്തത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. ശരീര തുലനാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. സെറിബ്രത്തിന്റെ തൊട്ടു താഴെ കാണുന്ന തലച്ചോറിലെ ഭാഗം തലാമസ്. സെറിബ്രത്തിന്റെ തൊട്ടു താഴെയായിട്ട് കാണുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസ് ആണ്. ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറിബ്രൽ കോർട്ടെക്സ്. മുൻ മസ്തിഷ്കത്തിന്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെയും അനുബന്ധ ഘടനകളുടെയും ഒരു കൂട്ടമാണ് ബേസൽ ഗാംഗ്ലിയ. സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ബ്രോക്കസ് ഏരിയയാണ്. ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലമാണ്. ശരീരത്തുലനാവസ്ഥ നിലനിർത്തുന്നത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. ഇനി സെറിബ്രത്തിന്റെ തൊട്ടുതാഴെയായിട്ട് കാണുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവയാണ്.
ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. മനുഷ്യ ശരീരത്തിൽ റിലേ സ്റ്റേഷൻ, തലാമസ്, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലച്ചോറിലെ തലാമസിലാണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഇനി ഹൈപ്പോ തലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അടുത്തത് സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം. സുഷുമ്നയുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. മെഡുല ഓംബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം, ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവാണ് അൽഷിമേഴ്സ്. തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവാണ് അൽഷിമേഴ്സ്. ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസ്. അപ്പം ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാർക്കിൻസൺസ് രോഗം. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. എന്താണ്? മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ എന്ത് രക്തം കട്ടപിടിക്കുന്നു. ഈ ഒരു രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമിറേജ് എന്നത്. സെറിബ്രൽ ഹെമിറേജ്. മസ്തിഷ്കത്തിലെ സ്ഥരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്നത് അണുബാധയാണ്. ഏതിനാണ്? മെനിഞ്ചസിനാണ് ഉണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ ഡിസ്ലെക്സിയ. എന്താണ്? ഒരാൾക്ക് അക്ഷരങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഏത് രോഗാവസ്ഥയാണ്? ഡിസ്ലെക്സിയയാണ്. അതുപോലെ മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് പ്രോസോപഗ്നോസിയ. എന്താണ്? മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് പ്രോസോപഗ്നോസിയ അല്ലെങ്കിൽ ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പാരാലിസിസ് അല്ലെങ്കിൽ തളർവാദം. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ വരുന്നത് മസ്തിഷ്കത്തിലെ ഏതു ഭാഗത്തിൻ്റെ സഹായത്താലാണ്? വെർണക്സ് ഏരിയയുടെ സഹായത്താലെയാണ്. വെർണക്സ് ഏരിയ ആദ്യമായി വിവരിച്ച വ്യക്തി കാൾ വെർണക്കാണ്. ജർമ്മൻ ന്യൂറോളജിസ്റ്റ് ആയ കാൾ വെർണക്കാണ് വെർണക്സ് ഏരിയ ആദ്യമായിട്ട് വിവരിച്ച വ്യക്തി. ഒന്നും കൂടി ഓടിച്ചു നോക്കാം. സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം മെഡുല ഓംബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് മെഡുല ഓംബ്ലാങ്കേറ്റ. തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള ഓർമ്മക്കുറവാണ് അൽഷിമേഴ്സ്. ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസ്. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമിറേജ്. ഇനി മസ്തിഷ്കത്തിലെ സ്ഥരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ ഡിസ്ലെക്സിയ. മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് പ്രോസോപഗ്നോസിയ അല്ലെങ്കിൽ ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇനി ശരീരത്തിന് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒക്കെ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പാരാലിസിസ് അല്ലെങ്കിൽ തളർവാദം. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ വരുന്നുണ്ട് ഇല്ലേ? അപ്പം മസ്തിഷ്കത്തിൽ ഏതു ഭാഗത്തിൻ്റെ സഹായത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വെർണക്സ് ഏരിയ. ഇനി ഈ വെർണക്സ് ഏരിയനെ കുറിച്ച് ആദ്യമായിട്ട് വിവരിച്ച വ്യക്തിയാണ് കാൾ വെർണക്, ജർമ്മൻ ന്യൂറോളജിസ്റ്റായ കാൾ വെർണക്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിനകത്ത് തന്നിരിക്കുന്നത്.
PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന 50 ചോദ്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യൻസും മസ്തിഷ്കവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്